മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയുടെ 3-ാം മാസത്തെ ചടങ്ങിനാണെങ്കിലും നമ്മൾ നവ്യ പോകുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നവ്യയും ജലജ അബിയൊക്കെ ആണെങ്കിൽ അനന്തപുരി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തൊരു അഹങ്കാരി, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് കനക പറഞ്ഞില്ലേ, പറഞ്ഞതിന് ശേഷം ഇവളിങ്ങനെ അഹങ്കാരം കാണിച്ചിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്. അബിയാണെങ്കിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ ഇവളടുത്ത് വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ടാണ് ഇവളിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒരു പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെ ഭർത്താവിന് വേറൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെണ്ണും ഇങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കാനോ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും നിൽക്കത്തില്ല. പക്ഷേ ഇവൾ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ ആ അനന്തപുരിയിലുള്ള എല്ലാവരും തിരിച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യയുടെ അടുത്താണെങ്കിൽ നമ്മളെ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും വല്ലാത്ത ചേച്ചി തന്നെ, നീ എന്തായാലും അനിയത്തിയുടെ ഒരു ഫംഗ്ഷൻ നടന്നിട്ട് നീ അങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ചങ്കുറപ്പാണ് നിനക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, എന്ത് ചങ്കുറപ്പ്, എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ എൻ്റെ അമ്മയാണെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം ഇല്ലാതാക്കാനല്ലേ നോക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള വീട്ടിൽ ഞാൻ അങ്ങോട്ട് പോകണമെന്നൊക്കെ നമ്മളെ നവ്യ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും തന്നെ ആണോ ഗോവിന്ദനും കനകയാണെന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്കിപ്പോൾ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നവ്യയാണെങ്കിൽ ദേവേൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ നവ്യ പറയുന്നുണ്ട്, പിന്നെ ഇപ്പോൾ അങ്ങനത്തെ ഉള്ള വീട്ടിൽ ഞാൻ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജലജയാണെങ്കിൽ നവ്യയ്ക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ആ ദേവയാനി പറയുന്നുണ്ട്, ജലജ നീയാണെങ്കിൽ ഇവളെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും പിന്നെ ഇവളൊന്നും പ്രതികരിക്കാതെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും അങ്ങോട്ട് പറയാൻ നിൽക്കുന്നില്ല, നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാവും അവസ്ഥയെന്നൊക്കെ നിനക്കറിയാലോ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആ നവ്യ പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ജലജ നീയാണെങ്കിൽ നിൻ്റെ മരുമകൾ എന്തൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല എന്നൊരു അഹങ്കാരം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് നീ തിരുത്തിക്കോ. കാര്യം വെച്ചാൽ ചന്തുമോൾ അബിയുടെ അച്ഛനാന്നുള്ള എല്ലാ തെളിവുകളും രേഖാമൂലം ഞങ്ങളെ കയ്യിലുണ്ടെന്നൊക്കെ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്. ജലജ നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ കയ്യിൽ തെളിവും കാര്യങ്ങളും ഉണ്ട്, ഇപ്പോൾ അവൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ ആ തെളിവുകൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെയൊക്കെ അവളുടെ ഒരു പരുവാക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അബിയെ വേണമെങ്കിൽ അവൾ കൊല്ലാനും അവൾ മടിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ ജലജയാണെങ്കിൽ ഒന്ന് ഷോക്കായൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജയെ നല്ല രീതിയിലാണെങ്കിലും നമ്മളെ ദേവയാനി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നവ്യയുടെ അഹങ്കാരത്തിനെ കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശനാണെങ്കിൽ ഇവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ ഈ വർഷത്തെ വിഷുവിനാണെങ്കിൽ എം ജ്വല്ലറിയുടെ കൂടെ ഇവരും കൂടെ ചേർന്ന് നിന്ന് അനന്തപുരിക്കാർക്കിട്ടുള്ള പണിയൊക്കെ കൊടുക്കാനും പോകുന്നൊക്കെ നമ്മുടെ മുത്തശ്ശനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുത്തശ്ശനാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നവ്യക്കിട്ട് എന്തായാലും ഒരു പണി കൊടുത്തല്ലാതെ നവ്യ ശരിയാവത്തില്ല, എന്തായാലും അബിയുടെ കുഞ്ഞാണ് ചന്തമോളെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞാലേ അവൾ അത് വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ മുത്തശ്ശന് മനസ്സിലായതുകൊണ്ട് മുത്തശ്ശനാണെങ്കിൽ നവ്യയുടെ അടുത്ത് ആ ഒരു സത്യം മുത്തശ്ശൻ തന്നെ പറയാൻ വേണ്ടി മുത്തശ്ശൻ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഞാനാണെങ്കിൽ സത്യം പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രൂഫുകളും കാണിച്ചിട്ട് തന്നെ ഞാൻ സത്യം പറയത്തുള്ളൂ, എന്തായാലും നവ്യയുടെ ഒരു ചിറക് ഒടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ നേരെ നമ്മൾ നവ്യയെ കാണാൻ വേണ്ടി നവ്യയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നവ്യയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അവരാരൊക്കെ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ട് ഇനി മുത്തശ്ശന് പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ നമ്മളെ നവ്യയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി നീ വളർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീ ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അത് എൻ്റെയും കൂടെ ഒരു അവതാരം കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ അങ്ങനെയൊന്നും എന്നെ ഇനി ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല, കാര്യം ഇന്ന് എനിക്കൊരു ജോലിയുണ്ട്, അത്യാവശ്യമുള്ള സാലറി എനിക്കുണ്ട്, അപ്പോൾ പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങിയാലും ഞാൻ അന്തസ്സായിട്ട് ഞാനും ജീവിക്കുമെന്നൊക്കെ നമ്മളെ നവ്യയും മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് നവ്യ നീ വെല്ലുവിളിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, നീ ആരെ കണ്ടിട്ടാണ് നീ ഇങ്ങനെ എല്ലാവരുമായിട്ട് വെല്ലുവിളിക്കുകയും എല്ലാവരെയും ശത്രുത വാങ്ങി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ നിൻ്റെ ഭർത്താവിനെയോ അതോ നിൻ്റെ അമ്മായിയമ്മയെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ എല്ലാവരുമായിട്ട് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത്, നിനക്കാണെങ്കിൽ നിനക്ക് ചുറ്റുമുള്ള നല്ല ആൾക്കാരെ നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നും നിനക്ക് ഇല്ലാതായി പോയല്ലോ നവ്യ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഞാൻ പിന്നെന്താ വേണം, എൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നവരെ അവർ പറയുന്നതാണോ ഞാൻ വിശ്വസിക്കേണ്ടത്, അതെനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജീവിതമാണ് എനിക്ക് വലുതെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിലും മുത്തശ്ശൻ ആ DNA ടെസ്റ്റിൻ്റെ ആ റിസൾട്ട് എടുത്ത് നവ്യയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയും, ഇതിന് നീ നോക്കി ഇത് നോക്കി നിനക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ നീ തീരുമാനിക്കുന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും
അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷം നീ നിൻ്റെ ഭർത്താവിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെ നിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നീ ഇനിയും കൂടുതൽ വിഡ്ഢിയാവാൻ വേണ്ടി നീ നിൽക്കരുത്. പലരും നിന്നെ ചതിക്കാനും വെക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കി നീ ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഞാനും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഓരോ തെളിവുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാനും ഇതിൻ്റെയൊക്കെ പിറകെ ഞാനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. ആ സമയത്താണ് നവ്യ പറയുന്നുണ്ട്, ഇതിപ്പം ഞാൻ എന്താ ചെയ്യാൻ പറ്റും, എനിക്കിത് മനസ്സിലാവുന്നതും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യയാണെങ്കിൽ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഡേവിഡ് സാറിൻ്റെയിലാണെങ്കിലും ഇതുപോലെ DNA ടെസ്റ്റിന് കൊടുത്ത സമയത്താണെങ്കിൽ അവരാണെങ്കിൽ കൊണ്ടുവന്ന റിസൾട്ടിൽ അഭിയല്ല കൊച്ചിൻ്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ് ഇതിനകത്തും പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര എന്നും പറഞ്ഞിട്ടാണെങ്കിൽ നവ്യയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.